യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. കാരുണ്യവാനായ ഈശോയെ, ഈ തളിത്താക്കും എന്ന ഈ പ്രോഗ്രാം യേശുവെ ഡീക്കൻ ജോബോയിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ഈ വചന സന്ദേശത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, 1000 അടുക്കുന്ന ഈ എപ്പിസോഡുകളിൽ നിന്ന് അതാത് ദിവസത്തെ സുവിശേഷത്തെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിശദീകരണം ഈശോയെ, ഞങ്ങൾക്ക് അറിവില്ലാത്തവരാണ് ഈശോയെ, അതെല്ലാം അങ്ങ് ഈ മകനിലൂടെ ഞങ്ങളിലേക്ക് വെളിപ്പെടുത്തി തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വചന സന്ദേശത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമായി തീരുന്നുണ്ട് ദൈവമേ. പാപികളായ ഞങ്ങൾക്ക് ഈശോയെക്കുറിച്ച്, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് എല്ലാം ഓരോ ദിവസത്തെ സുവിശേഷത്തിലൂടെ വെറുതെ വായിച്ചു പോയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഡീക്കൻ ജോബോയ് അത് നന്നായിട്ട് നമുക്ക് ഉദാഹരണ സഹിതം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിനെ ഓർത്ത്, ആ ഡീക്കനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഡീക്കന് ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണമേ. ഇനിയും ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഈ മകനിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിൽ ഒന്നിനും സമയം കണ്ടെത്താത്ത മക്കൾക്ക് ഇങ്ങനെയെങ്കിലും സുവിശേഷത്തെക്കുറിച്ച് അറിയുവാനുള്ള അവസരം ഒരുക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? അത് നമ്മുടെ പേരുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് എന്നതുകൊണ്ടോ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി ആകുന്നുണ്ടോ? ഹൃദയം മാറുന്നില്ലെങ്കിൽ, ഹൃദയത്തിന് മാറ്റം വരുത്താതെ ഈ വിധ ശുശ്രൂഷകളിലൊക്കെ പങ്കുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ ക്രിസ്ത്യാനികളാണോ? സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയം മാറ്റുക, ഹൃദയത്തിന് മാറ്റം വരുത്തണം. അപ്പോൾ മാത്രമാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറത്തു വരിക. അപ്പോൾ നിങ്ങൾ യേശു ഏകരക്ഷകനാണെന്ന് നിങ്ങളുടെ അതരം കൊണ്ട് ഏറ്റു പറയേണ്ട വരികയില്ല. കാരണം നിങ്ങളുടെ പ്രവൃത്തികൾ തന്നെ അത് ഏറ്റു പറയും. അങ്ങനെയുള്ളൊരു കൃപാ ജീവിതം നമുക്ക് ഏവർക്കും ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.